വയനാട് ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന വീടുകളും ടൗൺഷിപ്പും സ്വന്തം പദ്ധതി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനവും പരിഹാസവുമാണ് ഉയരുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വയനാട്ടിൽ സർക്കാർ നിർമ്മിക്കുന്ന 300 വീടുകൾ കോൺഗ്രസിന്റേതാണെന്ന് അവകാശപ്പെട്ടത് വലിയ വിവാദത്തിനും പരിഹാസത്തിനും ഇടയാക്കിയിരുന്നു. ഇപ്പോൾ അതേ അവകാശവാദം മാതൃഭൂമി ഫെസ്റ്റിവലിൽ ആവർത്തിച്ചിരിക്കുകയാണ് കെ.പി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. കർണാടക സർക്കാർ കേരളത്തിന് നൽകിയ 10 കോടി രൂപയും കോൺഗ്രസിന്റെ കണക്കിൽ കൂട്ടിയതോടെ വിമർശനം കൂടുതൽ ശക്തമായി. കേരള സർക്കാർ നിർമ്മിക്കുന്ന വീടുകൾ CPM-ന്റെയോ CPI-യുടെയോ അല്ലാത്തതുപോലെ കർണാടക സർക്കാർ നൽകിയ ധനസഹായം കോൺഗ്രസിന്റേതുമല്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദങ്ങളെ കടുത്ത ഭാഷയിൽ ചോദ്യം ചെയ്യുന്ന ആ കുറിപ്പ് നിരവധി പേരാണ് ഇതോടകം ഷെയർ ചെയ്തിരിക്കുന്നത്. പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇനി കോൺഗ്രസിന്റെ വയനാട് വീട് പ്രൊജക്ടിനെ പറ്റി ഒന്നും എഴുതില്ല എന്ന് ഉറപ്പിച്ചാണ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസുകാർ തങ്ങൾ ആ കാര്യത്തിൽ കാണിച്ച ഉപേക്ഷ മറയ്ക്കാൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയാണ്. ഹോംവർക്ക് ചെയ്യാതെ വന്ന കുട്ടി അധ്യാപകൻ ചോദിക്കുമ്പോൾ ബെഞ്ചിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഉണ്ടാക്കി പറയുന്ന നുണകൾ പോലെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പറയുന്നത്. മാതൃഭൂമി ഫെസ്റ്റിവലിൽ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് ചെറിയ കാര്യമല്ല. കർണാടക സർക്കാർ നൽകിയ 10 കോടി രൂപ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ കൂട്ടിയതാണ്. പല സംസ്ഥാന സർക്കാരുകളും കേരളത്തിന് സഹായം നൽകിയിട്ടുണ്ട്. കേരളവും ആവശ്യം വന്നാൽ നൽകും. അത് ഓരോ പാർട്ടിയുടെ അക്കൗണ്ടിൽ വരവ് വെക്കുന്നത് ശരിയല്ല. സർക്കാർ ഭൂമി നൽകാത്തത് കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രൊജക്ട് താമസിച്ചതെന്ന അവകാശവാദം ആദ്യം ഉന്നയിച്ചത് ഷാഫി പറമ്പിലാണ്. എന്നാൽ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത് സർക്കാർ കേസ് പറഞ്ഞും പണം കൊടുത്തുമാണ് സ്ഥലം വാങ്ങിയതെന്നാണ്. കോൺഗ്രസ് ഒരപേക്ഷയും നൽകിയിട്ടില്ല എന്നാണ്. ഇന്ന് വരെ റവന്യൂ മന്ത്രിയുടെ ഈ നിലപാട് ഒരു കോൺഗ്രസ് നേതാവും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ വേദികളിൽ തെറ്റായ അവകാശവാദങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. 3.5 ഏക്കർ സ്ഥലത്ത് 100 വീടുകൾ പണിയുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത അവകാശവാദമാണ്. കേരള സർക്കാർ 150 ഏക്കറിൽ 410 വീടുകൾ പണിയുമ്പോൾ റോഡും സൗകര്യങ്ങളും ഉൾപ്പെടെ ഒരു വീടിന് 36 സെന്റ് ഭൂമി വേണ്ടിവരുന്നു. കോൺഗ്രസിന്റെ കണക്കുപ്രകാരം 10ഓളം വീടുകൾക്ക് മാത്രം സ്ഥലമുണ്ടാകും. 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സിൽ 40 സപ്ലികളിൽ 4 എണ്ണം 8ാം വർഷം പാസ്സായതിന്റെ പേരിൽ ഫ്ലെക്സ് വെക്കുന്നത് പോലെയാണ് 3.5 ഏക്കറിന്റെ അവകാശവാദം എന്നാണ് FB കുറിപ്പിൽ പറയുന്നത്. ഈ കുറിപ്പിനെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനം ദുരിതബാധിതർക്കായി സർക്കാർ ചെയ്യുന്ന പദ്ധതികളെ രാഷ്ട്രീയ ക്രെഡിറ്റായി മാറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ്. സ്ഥലമോ പദ്ധതിയോ യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ വീടിന്റെ പ്രൊജക്ട് എന്ന പേരിൽ അവകാശവാദങ്ങൾ ഉയർത്തുന്നത് കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. വയനാട് പോലൊരു ദുരന്ത ഭൂമിയെ പോലും രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കുന്നതിൽ കോൺഗ്രസ് UDF നേതൃത്വം മത്സരിക്കുന്നതായാണ് വിമർശകരുടെ ആരോപണം.